नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में कुछ भाग भी पढ़ा। आज कहानी का अंतिम भाग है। रेलवे के अस्पताल में वे पहुंच गए थे। यहाँ डॉक्टर का नाम है रशीद, लड़की का नाम है लीजा, बड़े लड़के का नाम है रोजर। यहाँ ये लड़की और उसके भाई कहा था। उसके मम्मी बोला था इंसान का सेवा करना ही यीशु का सेवा है। उस समय छोटे लड़के ने पूछा, आपकी जगह हम होते तो आप हमारे लिए यहाँ नहीं रुकते। ഇവിടെ നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ താങ്കളിവിടെ നിൽക്കുമായിരുന്നില്ലെന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട്, അവർ ചെറുപ്പക്കാരാണ്, ഞാൻ പ്രായമായ ആളാണ് എന്നവിടെ ചിന്തിക്കുന്നുണ്ട്. ये तो जवान है, यहाँ प्रौढ़ावस्था का बहाना गड़ा हो जाता. ഈ ഒരു കാരണം മാത്രമേ പറയാനുള്ളൂ. കാരണം उसका उम्र और सूजे हुए पैरों के साथ किसी घायल के लिए मैं क्या कर सकती थी. दोनों का अंदर ये तीनों युवा लोग ही जवान है, लेकिन लेखिका बूढ़ा हो गया था. और यह बड़ा लड़का डॉक्टर के पास बैठकर जयपुर जाने वाली ट्रेन के बारे में बातें कर रहा था. उस समय बड़े लड़के ने डॉक्टर से कहा, वी वॉन्ट लीव हर अलोन, प्लीज़ कंप्लीट ऑल फॉर्मेलिटीज़ एंड गिव हर प्रॉपर मेडिकेशन. वी हैव लीव दिस प्लेस टुडे इटसेल्फ, टुडे ओनली वी विल टेक കെയർ ഓഫ് ഹർ. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഒരു ആഗ്രഹം ഇതാണ്, വി വാണ്ട് ടു ലീവ് ഫോർ ജയ്പൂർ ഏസ് ഏർലി ആസ് പോസിബിൾ, ക്യോംകി ദി ഡേ ആഫ്റ്റർ വി ഹാവ് ഫർദർ റിസർവേഷൻസ് ഓൾസോ. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർക്ക് വേറെ പരിപാടി പ്രോഗ്രാം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർക്ക് താങ്ക്സ് പറയുന്നു. डॉक्टर का नाम है रशीद. डॉक्टर के अनुसार ये गुदा के वजल से सब कुछ ठीक होता था. അപ്പോൾ ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം നേരെ ആയതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇവിടെ दो एक्सरे भी हुए थे और क्या करूँ ये उत्सुकता जन्मजात है. അപ്പോൾ ഈ അറിയാനുള്ള ആകാംക്ഷ എന്ന് പറയുന്നത് നമുക്ക് ജന്മനേ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡോക്ടർ റഷീദ് എന്നുള്ള പേര് അവിടെ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ മുകളിൽ നെയിം ടാബ് ഉണ്ടായിരുന്നു, ബേഡ്സ് ഉണ്ടായിരുന്നു, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതറിയാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ജന്മജാതമാണെന്ന് പറയുന്നത് ജന്മന ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ പേരവിടെ അറിയാനായിട്ട് സാധിച്ചു. उन युवा और नेक फरिश्तों ने मुझे पूरी तरह से संभाल रखा था. അപ്പോൾ ഇവിടെ ലേഖി ചിന്തിക്കുന്നുണ്ട്, ആ യുവാക്കളും അതുപോലെ തന്നെ നെക് ഫരിസ്തോംനെ ഏഞ്ചൽസാണ്. ഫരിസ്തം എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ, നെക് ഫരിസ്ത് എന്ന ഗുഡ് ഏഞ്ചൽസ്, നല്ല മാലാകന്മാർ, ദൈവദൂതന്മാരാണ്. മുജെ പൂരി തരസെ സമ്പന്നക്കാത്ത, എന്നെ മുഴുവനായിട്ട് അവിടെ സംരക്ഷിച്ചത് ഈ യുവാക്കൾ, ദൈവദൂതന്മാരെ പോലെയുള്ള യുവാക്കളാണ്. അതായത് ഡോക്ടർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ 3 യുവാക്കൾ. ഉൻ യുവാ അവർ നെക് ഫരിസ്തോംനെ,
ആ യുവാക്കളായിട്ടുള്ള നല്ല മാലാക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നല്ല ദൈവദൂതന്മാർ അവരാണ് മുझे പൂരി तरह से संभाल रखा था. എന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചത് അവരായിരുന്നു. ഉന്നെ അപ്പനെ ആകെ കാര്യക്രമം സേ ജിയാദ മേരി ചിന്താതി. അവരുടെ ഇനിയുള്ള പരിപാടിയിൽ ജിയാദ മേരി ചിന്താതി, കൂടുതലും എന്നെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മുടെ ഇവരൊക്കെ ജയ്പൂരിലേക്ക് ഇവരെന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ ലഖിയുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു. तीनों के कपड़े मेरी वजह से घून से सनखे थे. ഇപ്പോൾ 3 പേരുടെ വസ്ത്രങ്ങളും മേരി വജസേ മേരി കാരൺ സേ ഞാൻ കാരണം ഖൂൺ സേ സൻഖേത്തെ അതായത് രക്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചോരയായിട്ടുണ്ടായിരുന്നു. പരിക്ക് പറ്റിയവരെന്നെ കൊണ്ടുവരാനും പിടിക്കാനൊക്കെ വന്നപ്പോൾ ഷർട്ടും അവരുടെ ഡ്രസ്സൊക്കെ ആകെ ബ്ലഡിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഉന്നോനെ അപ്പനെ സാമാൻ കെ സാത്ത് സാത്ത് മേരാ സാമാൻ സംഭാൽ രഖാ താ. അതുമാത്രമല്ല അവരവരുടെ സാധനങ്ങളുടെ കൂടെ മേരാ സാമാൻ എൻ്റെ സാധനങ്ങളും സംഭാൽ രഖാ താ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. मैंने पास बड़ी मेज़ पर देखा, वहाँ मेरे पर्स के पास दोनों मिठाई के डिब्बे रखे थे. ഇപ്പോൾ നമ്മുടെ അൽവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ മിഠായി വാങ്ങിക്കാൻ പോയതാണ് ഈ അപകടം പറ്റാനുള്ള കാരണം. അപ്പോൾ പറയാം മേനെ പാസ് പടി മേസ് പർ ദേക്ക, ഞാൻ അടുത്തുണ്ടായിരുന്ന മേശയിലേക്ക് നോക്കി. വഹാ മേരി പേഴ്സ് കെ പാസ്, അവിടെ എൻ്റെ പേഴ്സിൻ്റെ അടുത്ത് തന്നെ ദോനോ മിഠായിക്ക് ഡിബേ രഖേത്തെ 2 ബോക്സ് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും മേശപ്പുറത്ത് എൻ്റെ പേഴ്സിൻ്റെ അടുത്തായിട്ട് ഇരുന്നിരുന്നു. തൻ താജ സാഫ് കർക്കെ പട്ടി കിए गए 4-5 बड़े और कई छोटे टीसते जख्मों और मन आपस में उलझते तरह तरह के विचारों से दख गया था. തൻ താസ സാഫ് കർക്കെ, ഇപ്പോൾ ശരീരമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പട്ടിക്കിയെ എന്ത് ചെയ്തു, ബാൻഡേജ് കെട്ടി. और 4-5 बड़े और कई छोटे ടീസ്തെ ജഖ്മോം, 4-5 വലുതും ചെറുതുമായിട്ടുള്ള ടീസ്തെ ജഖ്മോം. ടീസ്തെ എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന, അതായത് മുറിവ് പറ്റി ചെറുതും വലുതുമായിട്ടുള്ള മുറിവുകളുണ്ട്, അത് വേദനിക്കുന്ന ആ മുറിവുകൾ. ജഖ്മ എന്ന് പറഞ്ഞാൽ വൂൺസ്, മുറിവുകൾ. അവർ മൻ ആപ്പസ് മേ ഉലജ്തേ, അങ്ങനെ ശരീരത്തിൽ പറ്റിയിട്ടുള്ള മുറിവുകൾ, 4-5 മുറിവുകൾ, വലുതും ചെറുതായിട്ടുള്ള മുറിവുകളും. അതുപോലെ തന്നെ മനസ്സും, അത് മൻ ആപ്പസ് മേ ഉലജ്തേ തരത്തിരക്ക് വിചാരം സേതൊക്കെയാത്ത, മനസ്സിൽ ആ സമയത്ത് പലതരത്തിലുള്ള വിചാരങ്ങൾ ഇതെല്ലാം വന്ന് നമ്മുടെ ലഖിയുടെ ശരീരത്തെ വളരെയധികം ടയേർഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ മനസ്സിനും വേദന തോന്നിയിരുന്നു. അത് അവരെ വളരെയധികം ടയേർഡാക്കിയിരുന്നു. മേനെ അസ്പതാൽ കെ ബിസ്തർ പർ ലേട്ടെ ആങ്കെ ബന്ദ് കർലി. ഞാനങ്ങനെ റെയിൽവേയുടെ ഹോസ്പിറ്റലിൽ അവിടെ കിടന്നിട്ട് ആസ്പതാൽ കെ ബിസ്തർ പർ, ആ ഹോസ്പിറ്റലിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് ആങ്കെ ബന്ദ് കർലി, കണ്ണൊന്നടച്ചു. വേ തീനോ ഡോക്ടർ കെ പീച്ചെ അപ്പനെ കപ്പടെ ബദലിനെ ചലെ ഗയത്തെ. ഈ വേത്തീനവും യുവാലോക്, ഈ 3 യുവാക്കളും ഡോക്ടർക്ക് പീച്ചെ ഡോക്ടറെ പിന്നാലെ അപ്പനെ കപ്പട്ടെ ബദലിനെ ചലെ ഗയത്തെ. ആ രക്തത്തിൽ കുളിച്ച അല്ലെങ്കിൽ രക്തം കൊണ്ട് നനഞ്ഞിട്ടുള്ള ആ ഡ്രസ്സ് മാറുന്നതിനായിട്ട് ഡോക്ടറെ പിന്നാലെ അവർ പോയിരുന്നു. दोपहर 3 बजे की ट्रेन में हम चारों फिर से बैठे थे. വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 3 बजे की ट्रेन में 3 മണിക്കുള്ള ട്രെയിനിൽ हम चारों फिर से बैठे थे, ഞങ്ങൾ 4 പേരും വീണ്ടും കയറിയിരുന്നിരുന്നു. स्टेशन मास्टर ने हम पर एक आसान किया था. इस ट्रेन में AC कंपार्टमेंट में കൂപ്പേ ദിൽവാ ദിയാ था. സ്റ്റേഷൻ മാസ്റ്റർ അവർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിരുന്നു. ആസാൻ എന്ന് പറഞ്ഞാൽ ഉപകാരം, ഉപകാരം. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവർക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തിരുന്നു. അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം ഇതാണ്. ട്രെയിൻ മേ AC കമ്പാർട്ട്മെൻറ്റ് മേ, ഈ ട്രെയിനിൽ, ഈ 3 മണിക്ക് പോകുന്ന ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റാണ്, സാധാരണ കമ്പാർട്ട്മെൻ്റ് അല്ല, AC കമ്പാർട്ട്മെൻറ്റാണ്. അതിലെ കൂപ്പേ ദിൽവാ ദിയാ था ടിക്കറ്റ് എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് സീറ്റ് അറേഞ്ച് ചെയ്തത് AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. കൂപ്പേ ദിൽവാ ദിയാ था, അപ്പോൾ സീറ്റ് അറേഞ്ച് ചെയ്തത് AC കമ്പാർട്ട്മെൻറ്റിലാണ്. അങ്ങനെ ഒരു ഉപകാരം അവർക്ക് സ്റ്റേഷൻ മാസ്റ്റർ ചെയ്തു കൊടുത്തിരുന്നു. डॉक्टर रशीद घर से बिरयानी का लंच पैक करवा कर पकड़ा गए थे.
अपना ख्याल रखिएगा बहन जी जुमले के साथ പറയണം ഡോക്ടർ റഷീദ് घर से बिरयानी के लंच पे करवा कर पकड़ा गए थे ഡോക്ടർ റഷീദ് വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ ലഞ്ച് പേക്ക് വരുത്തിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പന ഗയലക്കിയേക ബഹൻജി അതായത് നോക്കി ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് അപ്പന ഖയാൽ ലക്കിയേക ബഹൻജി സഹോദരി ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബിരിയാണി ലഞ്ച് പാക്കുമായിട്ട് അയാളവിടെ വന്നു നിന്നിട്ടുണ്ടായിരുന്നു. Wow, this is my first chance. I am sitting in AC compartment. ചുട്ക ബഹുത്ത് ഗുസ്ത. ഈ ചെറിയ ആൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായെന്ന് പറയുന്നത് എന്താണ് കാരണം? ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാൻസ്. ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നത്. എന്തിനാണത്? I am sitting in AC compartment. ഇപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിൽ ഇതിന് മുമ്പ് അവൻ ഇരുന്നിട്ടില്ല. അവനത് ഇരിക്കാനായിട്ട് കിട്ടിയ ആദ്യത്തെ ഒരു ചാൻസാണ്. അങ്ങനെ ഒരു വലിയൊരു ഉപകാരം ആ സ്റ്റേഷൻ മാസ്റ്റർ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ അവൻ സന്തോഷം അവനെ അടക്കാൻ പറ്റുന്നില്ല. വളരെ സന്തോഷത്തോടെ അവൻ വിളിച്ച് പറഞ്ഞ് വൗ ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാൻസ് ഹെവൻ ഐ ആം സിറ്റിംഗ് ഇൻ AC കമ്പാർട്ട്മെൻറ്റ്. AC കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാനായിട്ട് കിട്ടിയ ആദ്യത്തെ ചാൻസ് ആണെന്നാണ് സന്തോഷം അവൻ പ്രകടിപ്പിക്കുകയാണ്. उसने अपना वॉकमैन निकाला और लो वॉल्यूम में शकीरा सुनने लगा. അങ്ങനെ അവൻ സന്തോഷത്തോടുകൂടി അവൻ്റെ വാക്മാൻ പുറത്തെടുത്തു. എന്നിട്ട് ലോ വോളിയമ്മേ വളരെ കുറച്ച് വോയിസിൽ ഷക്കീറ സുന്നേ ലഗ അതിലെ പാട്ടുകൾ കേൾക്കാനായിട്ട് തുടങ്ങി. സമയത്ത് നമ്മുടെ ലേഖി പറയുന്നുണ്ട് കീത്ത് പ്ലീസ് റേസ് ദി വോളിയം ലെറ്റ് മീ ഓൾസോ ലിസൺ യഹ് മേം തീ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കയറിയിട്ട് ട്രെയിനിൽ വെച്ച് അവൻ ഹൈ വോളിയത്തിലൂടെ പാട്ടിട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ലേഖിയയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. അവിടെ പറയുന്നുണ്ട്, ഡോക്ടറും അതുപോലെ ഭാര്യ അവിടെ അതിനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലേഖിയയ്ക്ക് പ്രത്യേക ഒരു വാത്സല്യം തോന്നുന്ന അവർ പറയണേ കീത്ത് എന്ന് പറഞ്ഞാൽ ചോട്ടാലെടുക്കാം കീത്ത് പ്ലീസ് റേസ് ദി വോളിയം. ദയവായി വോളിയം ഒന്ന് കൂട്ടാൻ പറയണം. പ്ലീസ് റേസ് ദി വോളിയം ലെറ്റ് മീ ഓൾസോ ലിസൺ. ഞാനും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടെ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയണം. അപ്പോൾ സൗണ്ട് കൂട്ടാനായിട്ടാണ് അവിടെ ആവശ്യമില്ല. അതിനു മുൻപ് സൗണ്ട് കുറയ്ക്കാനായിട്ട് പറയണ ചെവി കേടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇവിടെ പറയണ കുറച്ചും കൂടി റേസ് ചെയ്യാൻ പറയണേ, വോളിയം റേസ് ചെയ്യാൻ പറയണേ. വേ ദോനോ യുവാ പ്രണയി ഫിർ ഏക് ദൂസരേ മേ മഗ്ന തേ. അവർ രണ്ട് യുവാക്കളായിട്ടുള്ള ആ കാമുകന്മാരെ പ്രണയിനികൾ അവരെ ഫിർ ഏക് ദൂസരേ മേ മഗ്നത്തെ അവർ പരസ്പരം അവരവരുടെ കാര്യങ്ങളിൽ അവർ മുഴുകി. ലീജ റോജർ കി ഊങ്കലിയോം കോ ഗിറ്റാർ പർ ഫിസൽത്തെ ദേഖ് രഹി തീ. ലീജ എന്ന് പറയുന്നത് ആ ലടുക്കി, റോജർ എന്ന് പറയുന്നത് ബഡ ലടുക്ക. അവരാണ് ലവേഴ്സ് അവിടെ. ലീജ റോജർ കി ഊങ്കുലിയം കോ, റോജറിൻ്റെ വിരലുകളിൽ കൂടി ആ ഗിത്താർ വായിക്കുന്നത്, ആ ഗിത്താറിൻ്റെ ആ കമ്പികളിൽ കൂടി സ്ട്രിങ്ങിൽ കൂടി ഈ വിരലുകൾ തെന്നി മാറുന്നത്, ഫിസൽത്തെ തെന്നി മാറുന്നത് ദേഖ് രഹി തീ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ റോജർ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ലീജ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. ഇതിലെ സാരാംശം നമുക്കൊന്ന് നോക്കാം. പടുക്ക സാർ ये कहानी तो मनीषा कुलश्रेष्ठ ने लिखी हुई एक कहानी है बिगड़ेल बच्चे. ये कहानी दिल्ली से अलवर के बीच की है. അതായത് കഥ തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴാണ് കഥ തുടങ്ങുന്നത്. അതുപോലെ കഥ എത്തി നിൽക്കുന്നത് നമ്മുടെ അൽവർ സ്റ്റേഷനിലാണ്. ദില്ലിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകുമ്പോൾ ഉള്ള ഇടയിലുള്ളൊരു സ്റ്റോപ്പാണ് അൽവർ എന്ന് പറയുന്നത്. അവിടെയാണ് കഥ നിൽക്കുന്നത്. പ്രൗഡ് ഉമ്ര की महिला जो कहानी कह रही थी अपनी शादीशुदा बेटी से मिलने जयपुर जा रही है. വളരെ പ്രൗഢയായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ. പ്രൗഡ് ഉമ്ര की മഹിള എന്ന് പറഞ്ഞാൽ പ്രായമായ അല്ലെങ്കിൽ മുതിർന്ന ഒരു സ്ത്രീ. അവർ ജോ കഹാനി അവരാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഷാദിശുദ്ധ ബേട്ടി സെ മിൽനെ ജയ്പൂർ ജാ രഹി ഹെ. അപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്ത
സ്വന്തം മകളെ കാണാനായിട്ട് അവർ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ മേ സ്വാഭാവിക തौर पर तरह तरह के लोग सवार हैं. ഒരു ട്രെയിനാകുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യും. कथा लेखिका हिंदू है जबकि उसके सामने 3 क्रिश्चियन युवा बैठे हैं, जवान लड़का लड़की तथा एक किशोर लड़का. അപ്പോൾ അതിലെ കഥാലേഖിക എന്ന് പറയുന്നത് മനീഷ കുലശ്രേഷ്ഠ നമ്മുടെ ഹിന്ദു ആണ്. അവരുടെ മുന്നിലായിട്ട് 3 ക്രിസ്ത്യൻ യുവാക്കളിരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ യുവാ ബൈട്ടെ ഹേ, അതിലെ ജവാൻ ലടുക്ക ലടുക്കി, അതായത് പ്രായമായിട്ടുള്ള, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഏക്ക് കിഷോർ ലടുക്ക, ഒരു കൗമാരക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടി, ചെറിയ ആൺകുട്ടിയുമുണ്ട്. സാത്ത് കി സീറ്റ് पर ഹിന്ദു ഡോക്ടർ ദമ്പതി ഹേ, അവരുടെ അടുത്ത് തന്നെയുള്ള സീറ്റിൽ ഹിന്ദു ഡോക്ടർ ദമ്പതിമാരാണുള്ളത്. ഭർത്താവ് ഡോക്ടറും ഭാര്യ അധ്യാപികയാണ്. लेखिका तथा डॉक्टर दंपति सामने की सीट पर बैठे इन युवाओं के कपड़ों, रंग ढंग, तौर तरीकों को लेकर धारणा पर धारणा बनाते സ്ഥാപിത करते चलते हैं. ഇപ്പോൾ ഇതിലെ ലേഖികയും അതുപോലെ തന്നെ ഡോക്ടർ ദമ്പതിമാരും അവരുടെ മുന്നിലിരിക്കുന്ന ഈ 3 യുവാക്കളുടെ വസ്ത്രം, അവരുടെ നിറം, അവരുടെ പെരുമാറ്റം, ഇതുമായിട്ട് അവർ ധാരണാപർ ധാരണ ബനാത്തെ, അവരവരുടേതായ ധാരണയിൽ കൂടി. അപ്പോൾ അവർ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നുണ്ട്, വലിയ കുരിശിട്ടുണ്ട് പറയണ്ട. അപ്പം അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ധാരണയിൽ കൂടിയാണ് ഈ കഥയെ സ്ഥാപിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ലേഖിക हैरान है कि कैसे माँ बाप होंगे जिन्होंने इन बच्चों को अकेले घूमने भेज दिया है जबकि देश में कभी भी कुछ भी हो सकता है. ഇവിടെ ലേഖിക ഹൈരാൻ ഹേ, ലേഖികയുടെ ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ അച്ഛനമ്മമാരും, അച്ഛനമ്മമാരാണ് ഇവർ, ഈ പ്രായമായ ഈ പെൺകുട്ടി ആൺകുട്ടിയെ ഒറ്റയ്ക്ക് ചുറ്റി സഞ്ചരിക്കാനായിട്ട് അയച്ചിരിക്കുന്നു. അച്ഛനമ്മമാരാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നടക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്. എന്ത് ധൈര്യത്തിലാണ് ഇവരിങ്ങനെ വിട്ടിരിക്കുന്നതെന്ന് അവിടെ ചിന്തിച്ചുകൊണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ऐसे में लेखिका को अपनी बेटी याद आती है, कैसे MBA करने के बाद भी उसने बेटी को नौकरी करने नहीं जाने दिया. നമ്മൾ കഥയിൽ പറയുന്നുണ്ട്, ലേഖിക്ക് ആ സമയത്ത് മോളെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നുണ്ട്. MBA പഠിച്ചു കഴിഞ്ഞ് നന്നായി മിടുക്കിയിട്ട് പഠിച്ചിരുന്നതാണ്. അവൾ പുറത്തുപോയി ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ജോലി ചെയ്യാനായിട്ട് ഇവർ അനുവദിക്കുന്നില്ല. പറയുന്നൊരു കാര്യം അതാണ്, വീട്ടിൽ നിന്ന് ജോലി ചെയ്തു, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുത്ത ഭർത്താവ് പറയുകയാണെങ്കിൽ, ഭർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുക എന്നുള്ളൊരു മറുപടിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മോളനെ MBA വരെ പഠിപ്പിച്ചു, പക്ഷേ ജോലിക്ക് വിടാനായിട്ട് അവരനുവദിക്കുന്നില്ല. ബേട്ടി रोती रह गई लेकिन उसकी शादी भी एक बड़े घराने में कर दी. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പെൺകുട്ടി മോള് കരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ അവളുടെ വിവാഹം ഒരു വലിയ വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ആൺമക്കളുള്ള അതിൽ ഏറ്റവും താഴെയുള്ള മകനായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു കുടുംബത്തിലേക്കാണ്, കൂട്ടുകുടുംബത്തിൽ, സംയുക്ത പരിവാറായിരുന്നു, കൂട്ടുകുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. जहाँ वह आर्थिक रूप से परतंत्र होने के कारण पति और उसके परिवार पर निर्भर है. ഇപ്പോൾ ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് സ്വന്തമായി ജോലി, സ്വന്തമായി കാലിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ജോലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെയും കുടുംബത്തെയും ആശ്രയിക്കേണ്ടതായിട്ട് അവിടെ വന്നു. സുരക്ഷിത കർണയ്ക്ക് നാം पर बेटी को दब्बू बना दिया, अब एक पैसे के लिए पति का मुँह देखती. ഇപ്പോൾ അവിടെ സുരക്ഷിതമാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പുറത്തേക്ക്, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്ത് വേണമെങ്കിൽ സംഭവിക്കുക. അതുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞേക്കാതെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട്, അതായത് സുരക്ഷിതത്വം എന്ന പേരിൽ ബേട്ടിക്കോ ദബ്ബു ബന ദിയാത്ത, മോളേനെ അവിടെ ഭീരുവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ നേരെ കൈനീട്ടുന്ന അവസ്ഥയെ. दूसरी तरफ सामने बैठी एक लड़की है जो सांवली होकर भी स्वतंत्रता से चमक दमक रही है. അപ്പോൾ സ്വന്തം മോളവിടെ പരതന്ത്ര ഹോനയ്ക്ക് കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രീഡം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മുന്നിലിരിക്കുന്ന മറുഭാഗത്ത് പറയുകയാണെങ്കിൽ ദൂസരി തരഫ് സാമനെ ബൈട്ടി യേ ലടുക്കി, ആ മുന്നിലിരിക്കുന്ന പെൺകുട്ടി, ലീജ എന്ന് പറഞ്ഞ പെൺകുട്ടി, ജോ സാവലി ഹോക്കർ ബി സ്വതന്ത്രതാക്കി ചമക് ദമക് രഹി ഹെ, അവൾ ഇരുണ്ട നിറമാണെങ്കിലും അവൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള ഒരു തിളക്കം അവൾക്കുണ്ടായിരുന്നു.
कहीं न कहीं परिवार द्वारा दी जा रही जीवन चुनने की छूट का प्रभाव है यह. ഇപ്പം കहीं न कहीं परिवार द्वारा दी जा रही जीवन, എവിടെയായാലും എങ്ങനെയായാലും നമ്മൾ കുടുംബം മുഖേന കൊടുക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഈ ചുന്നയ്ക്ക് ചൂട്ട്ക പ്രഭാവ് ഹേയഹ്, അതായത് സ്വന്തമായിട്ട് ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെന്ന് പറയുന്നത്. लेखिका बराबर तुलनात्मक रूप से सामने बैठे युवाओं की लापरवाह जीवन शैली और अपने परिवारों की अनुशासनात्मक पद्धति पर विचार करती चलती है. ലേഖിക അവിടെ കമ്പയർ ചെയ്തുകൊണ്ട് സാമനെ ബൈറ്റെ യുവാവും കി ലാപ്രവാഹ ജീവൻ, അതായത് മുന്നിലിരിക്കുന്ന യുവാക്കളുടെ കെയർലെസ് ആയിട്ടുള്ള ജീവിത രീതിയും അതുപോലെ തന്നെ അപ്പനെ പരിവാരം കി, അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള അനുശാസനാത്മക പദ്ധതി പർ, അതായത് ലേഖയോടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ 3 യുവാക്കളവിടെ വന്നിരിക്കുന്ന അവരുടെ ജീവിതം എന്ന് പറയുന്നത് കെയർലെസ് ആണ്, അങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ് അവിടെ നടത്തുന്നത്. പക്ഷേ ഇവിടെ ലേഖിക പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തിലെ ഡിസിപ്ലിനായിട്ട് വളരെയധികം കൺട്രോൾ ചെയ്ത് വളരെയധികം ഡിസിപ്ലിനോട് കൂടിയാണ് മക്കളെ വളർത്തിയതെന്ന് പറയുന്നത്. രണ്ടും കൂടി അവിടെ കമ്പാരിസൺ നടക്കുകയാണ് ചെയ്യുന്നത്. कहानी में मोड़ आता है जब लेखिका बेटी के लिए मिठाई लेने अलवर स्टेशन पर उतरती है और बीट बाट में उससे ट्रेन छूटने लगती है. ഈ കഥയിലൊരു ടേണിങ് വരുന്നത്, കഥ തിരിയുന്നു എന്ന് പറയുന്നു അല്ലേ. കഹാനി മേ മോഡ് ആത്താ ഹേ, കഹാനി ഈ കഥ അവിടേക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വരുന്നതാണ്. ബേട്ടിക്കലി മിഠായി ലേനെ, അതായത് മകൾക്ക് കൊണ്ടുപോകാനായിട്ട് മിഠായി വാങ്ങിക്കാനായിട്ട് അൽവർ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അങ്ങനെ ആ തിരക്കിനിടയിൽ ട്രെയിൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. वह दौड़ती है, ट्रेन पकड़ने का प्रयास करती है किंतु फिसल कर गिर जाती है, घायल हो जाती है. അങ്ങനെ നല്ല തിരക്കാണ്, റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കിനിടയിൽ കൂടി ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ഓടി വരുന്നു, ട്രെയിൻ പിടിക്കാനായിട്ട് അതിൻ്റെ ഹാൻഡിൽ പിടിക്കാനായിട്ട് പ്രയത്നിക്കുന്നു. ആർ ഫിസൽ കർ ഗിർ ജാത്തി ഹേ, ആ കൈ പിടിവിട്ട് ഹാൻഡിൽ നിന്ന് കൈയെ പിടിവിട്ടിട്ട്, അതായത് കൈ വഴുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസൽക്കർ, അതിൽ നിന്ന് തെന്നി അവർ വീഴുന്നു. കായൽ ഹോ ജാത്തി ഹേ, അങ്ങനെ പരിക്ക് പറ്റുന്നു. ജബ് ഉസേ ഹോഷ് ആത്താ ഹേ ട്രെയിൻ ജാ ചുക്കി തി, ഇനി അവർക്ക് ബോധം വരുന്ന സമയം, അത് ബോധം വരുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വ സ്വയം കോ റെയിൽവേക്ക് റെസ്റ്റ് റൂം മേ പാത്തി ഹേ, ഇപ്പോൾ അവർ റെയിൽവേയുടെ റെസ്റ്റ് റൂമിലാണ് അവർ ഇരിക്കുന്നത്. वे तीनों युवा अब उसकी देखभाल तथा सेवा कर रहे हैं और डॉक्टर इलाज कर रहा है. ഈ 3 യുവാക്കളും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നത് അവരുടെ ബാഗും ലേഖികയുടെ ബാഗുമായിട്ട് അവർ ഇറങ്ങുന്നു. അവരാണ് ഈ ലേഖികയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവരെന്നെ ശുശ്രൂഷിക്കുന്നത്. സേവ കർ രഹാ ഹെ, ശുശ്രൂഷിക്കുക. और डॉक्टर इलाज कर रहा है, അതുപോലെ ഡോക്ടർ അവിടെ ചികിത്സിക്കുന്നുണ്ട്. डॉक्टर ही बताता है कि चिंता की कोई बात नहीं है, यंगस्टर्स नहीं होते तो इनका और गुदा का शुक्रिया अदा करें. ഡോക്ടർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇൻകാ और गुदा का शुक्रिया अदा करें, അപ്പോൾ ദൈവത്തിനും ഇവർക്കും നന്ദി പറയണം എന്നാണ് പറയുന്നത്. वह भावुक हो गई. तीनों नौजवानों के कपड़े लेखिका के गुण से लथपथ हो गए किंतु वे तीनों इससे लापरवाह उसकी सेवा कर रहे थे. അപ്പോൾ 3 പേരും ഈ 3 യുവാക്കളുടെ വസ്ത്രങ്ങൾ, ലേഖികയ്ക്ക് പരുക്ക് പറ്റി താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ഡ്രസ്സൊക്കെ രക്തമായിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിലൊക്കെ രക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തീനോ ഇസ്സേ ലാപർവാഹ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ, അതായത് ഷർട്ടിൽ അല്ലെങ്കിൽ ഡ്രസ്സിൽ ബ്ലഡ് ആയിട്ടുണ്ടെന്നുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഉസ്കി സേവ കർ രഹേ തെ, അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവ കർ രഹേ തെ, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ऐसे में लड़की ने कहा हमको हमारा मम्मी बोला इंसान का सेवा ही यीशु का सेवा है. അപ്പോൾ ऐसे हालत में ये लड़की ने कहा, ഈ പെൺകുട്ടി പറയുന്നൊരു കാര്യമാണ്, हमको हमारी मम्मी बोला, അതായത് അവരുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്, പറഞ്ഞു കൊടുത്തുള്ള കാര്യമാണ്. അതായത് മനുഷ്യനെ ശുശ്രൂഷിക്കുക, മനുഷ്യന് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്ന് പറയുന്നത് യീശു ക സേവ ഹേ,
യേശുവിനെ ശുശ്രൂഷിക്കുന്നതിന് സമാനമാണ് മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യനെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്ന് പറയുന്നത്. यहाँ यह भी पता लगता है कि लेखिका का इलाज कर रहा गुस मिजाज डॉक्टर मुस्लिम है. दूसरी तरफ लेखिका के बगल की सीट पर सफ़र कर रहा डॉक्टर जो हिंदू तथा संस्कारिता आने से इनकार कर देता है कि उनकी ट्रेन छूट ना जाए. उस कहानी में यह भी पता लगता है, ഈ കഥയിൽ നമുക്കൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. लेखिका का इलाज कर रहा गुस मिजाज ഡോക്ടർ മുസ്ലിം ഹേ. ലേഖികനെ ഇതിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ രൂപം എന്ന് പറയുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് ആ ഡോക്ടർ മുസ്ലിമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലേഖിയുടെ കൂടെ, ലേഖി ഹിന്ദു ആണെന്നും ലേഖിയുടെ കൂടെ സീറ്റിലിരുന്ന് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തിരുന്ന ആ ഡോക്ടർ അവർ ഹിന്ദു ആണ്, നല്ല സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ളതാണ്, നല്ല ഡിസിപ്ലിനായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആനെ സീൻകാർ കർത്തേത്താഹേ, ഇവരെന്നെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് പറയുമ്പോൾ അത് ഇൻകാർ കർത്തേത്താഹേ, നിരസിക്കുന്നുണ്ട്. വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ എത്തണമെന്ന് പറയുന്നത്. അവർക്ക് ട്രെയിൻ ചൂട്ടുന്നതായി, അവർക്ക് അവരുടെ ട്രെയിൻ വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരവിടെ ഇറങ്ങാനായിട്ട് ഒരു ഡോക്ടറാണെങ്കിലും അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ സ്ത്രീയെ നോക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. लेखिका स्वस्थ होकर अगली ट्रेन में इन तीनों नौजवानों के साथ बाकी का सफ़र गुछी तय करते हैं. അങ്ങനെ ലേഖിക അവിടെ ആരോഗ്യത്തോടു കൂടിയിട്ട്, അതായത് ചെറുതുമുണ്ടായിട്ടുള്ള ചോരവെട്ടി പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു 3 യുവാക്കളുടെ കൂടെ ലേഖിക ബാക്കിയുള്ള യാത്ര അവിടെ സന്തോഷത്തോടുകൂടി ആരംഭിക്കുകയാണ്. അത് നമ്മൾ പറയുന്നുണ്ട് ആ ചോട്ട ലടുക്ക ബോത്ത് ഗുസ് ഹോ ജാത്തി ഹേ, വളരെ സന്തോഷിക്കുന്നു. കാരണം ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്തെന്ന് പറയുന്നതേക്ക് അവസാൻ കിയാത്ത ഒരു ഉപകാരം ചെയ്തു കൊടുത്തു. AC കമ്പാർട്ട്മെൻറ്റുമേ കൂപ്പ ദിൽവാ ദിയാത്ത, അവർക്ക് AC കമ്പാർട്ട്മെൻറ്റിലാണ് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. उसके मन की परतें गुल चुकी ही उसके भीतर के कितने ही संदेह दूर हो चुके हैं. അപ്പോൾ പറയണ അങ്ങനെ അവരുടെ കൂടെ പോകാനായിട്ട് തയ്യാറായി നിശ്ചയിക്കുന്നു. ഉനക്ക് മൻകി പരത്തേം കുളിച്ചുകി ഹേ, അവരുടെ മനസ്സിൻ്റെ ആ നന്മ അവിടെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഉസ്കെ ഭീതർക്ക് കിത്തനെ ഹി സന്ദേഹ ദൂർ ഹോ ജാത്തെ ഹേ, അവരുടെ ഉള്ളിലുള്ള എത്രയോ സംശയങ്ങൾ, അതെല്ലാം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. സംശയങ്ങളില്ലാണ്ടായി ആ മനസ്സിൻ്റെ ആ അടുക്കുകൾ അതെല്ലാം തുറന്നു, മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. उसकी धारणाएं जो अपने सांस्कृतिक अंदर के आधार पर बनाई थी वे बदल चुकी है. അപ്പോൾ നേരത്തെ ഈ ഡോക്ടറും അതുപോലെ തന്നെ ലേഖിയും കൂടി ഇരുന്ന് അവരെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, സംസാര രീതിയെക്കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്തിരുന്ന ആ ധാരണകളൊക്കെ ഉസ്നെ സാംസ്കൃതിക അന്തർക്കെ ആധാർ, സാംസ്കാരികമായിട്ടുള്ള ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മെനഞ്ഞുണ്ടാക്കിയ ആ ധാരണകൾ വേ ബദൽ ചുക്കി ഹേ, അതെല്ലാം മാറി. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ആരും പറയുന്നത് അനുസരിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയുന്ന അങ്ങനെ കുറേ ചിന്താഗതികൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോയി. സാത്ത് ഹി പാഠക് ബി സാംസ്കൃതിക വിവിധതാമേ ഏകതാവാല ഭാരത് ദേഖ് പാത്താ ഹേ. ഇതിനോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പാഠക് ബി വായനക്കാരും സാംസ്കൃതിക വിവിധതാമേകത, സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ വൈവിധ്യത്തിലെ ഏകത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാരതത്തിലെ ദേഖ് പാത്താ ഹേ, ദേഖ്നേക്കോ മിൽത്താ ഹേ. അപ്പോൾ വായനക്കാർക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ഐക്യം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്, വിവിധതാമേ ഏകത എന്ന് പറയുന്നത്, ആ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ഏകത്വം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. വൈവിധ്യം ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ നല്ലൊരു കഥയാണ് ബിഗഡേൽ ബച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയും കൊള്ളരുതാത്ത, അങ്ങനെയുള്ള പിള്ളേരെ പറയുന്നതാണ് ബിഗഡേൽ ബച്ച്, അല്ലെങ്കിൽ നശിച്ച പിള്ളേരെന്നൊക്കെ പറയും. നമ്മൾ കാണുമ്പോൾ ഒട്ടനോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെയല്ല. വളരെ സ്നേഹത്തോടു കൂടി പരിചരിക്കാനായിട്ട് യേശുവിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന, യേശുവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെ ശുശ്രൂഷിക്കാനായിട്ട് കഴിവുള്ള
യുവാക്കൾ തന്നെയാണ് അവർ എന്നവരെ തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.